നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ 2 ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പൂവൻകോഴി കഥകളും കോഴിക്കഥകളും ഇത്തരം കഥകൾ മാത്രം കാണാനും കേൾക്കാനും ആസ്വദിക്കാനും ആഗ്രഹിക്കുന്ന കുറേ വ്യൂവേഴ്സും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പബ്ലിക് എന്ന് പറയുന്ന മലരന്മാർ പൊതുജനം നമ്മളെ എങ്ങനെ ഉണ്ണാക്കന്മാരാക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. നമുക്കറിയാം, ഈ മാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്തകളൊന്നും സത്യസന്ധമായി നടന്ന കാര്യങ്ങളോ നടക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ കാര്യങ്ങളോ ഒന്നുമല്ല. ചില കോൺഗ്രസ് നേതാക്കന്മാരുടെയും ചില മാധ്യമ മലരന്മാരുടെയും ഭാവനയിൽ കാണുന്ന ഭാവന സിദ്ധി മാത്രമാണിതെന്ന് തിരിച്ചറിയാനെങ്കിലുള്ള കഴിവ് നമുക്ക് വേണം. നമ്മൾ കണ്ടു കാണും, രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ ചെല്ലുന്ന പോലീസ് ചെന്ന് കതവിന് കൊട്ടുന്ന സീൻ മുതൽ നമ്മളെ കാണിക്കുകയാണ്. അപ്പം ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, ഇത്ര പരമരഹസ്യമായിട്ട് അറസ്റ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഈ മാധ്യമ മലരന്മാരെ വിളിച്ചുകൊണ്ടാണോ അറസ്റ്റ് ചെയ്യാൻ പോയത്? അല്ല. അപ്പോൾ രഹസ്യമായിട്ടാണ് പോയത്. രഹസ്യമായിട്ട് പോയപ്പോൾ മാധ്യമ മലരന്മാരില്ല. ഇല്ലെങ്കിൽ പിന്നെ ഇവന്മാർ ഈ പോലീസുകാരി എന്ന് അവൻ്റെ റൂമിന് കൊട്ടുന്നത് സീൻ എവിടെ നിന്നുണ്ടായി? അപ്പം അതേതെങ്കിലും പോലീസുകാരൻ ഷൂട്ട് ചെയ്തായിരിക്കണം. അപ്പോൾ പോലീസുകാരൻ ഷൂട്ട് ചെയ്തതാണെങ്കിൽ പോലീസുകാരൻ എന്തിനത് ഷൂട്ട് ചെയ്ത് മീഡിയയ്ക്ക് കൊടുത്തു? ചോദിക്കാൻ കിണ്ടിക്ക് വില കൊണ്ടോളാം മലരന്മാരെ. കുറെ തെണ്ടിക്കൂട്ടങ്ങൾ ഇങ്ങനെ കണ്ണും തുറന്നിരിക്കുകയാണ്. നേരം വെളുത്ത വൈകുന്നവരെ കാശിന് ജോലിയും വിലയും ചെയ്യത്തില്ല, ഈ മൊബൈലിൽ ഇങ്ങനെ വെച്ച് അള്ളി ഇരിക്കുകയാണ്. അതിനകത്തോട്ട് ഇവന്മാരിങ്ങനെ ഓരോ കിഴങ്ങ് അങ്ങോട്ട് തള്ളിക്കൊടുക്കുക. അത് കണ്ട് ആസ്വദിക്കാതിരിക്കുന്ന കുറെ മലരന്മാർ. പട്ടികൾ, നിനക്കൊന്നും വല്ല പണിക്ക് പോയിക്കൂടെ? എന്തിനാ ഇങ്ങനെ ഈ പൈങ്കിളി കഥകളും കോഴിക്കഥകളും മാത്രം കേൾക്കാനും ആസ്വദിക്കാനും വേണ്ടി ഇരിക്കുന്നത്? നീയൊക്കെ അത് ആസ്വദിക്കാനും കേൾക്കാനും ഇരിക്കുന്നത് കൊണ്ടാണ് ഈ മാധ്യമങ്ങൾ ഇങ്ങനെ വിവരക്കേട് തന്നെ നിന്റെ കണ്ണാക്കിലോട്ട് തെളിത്തരുന്നത്. നാണമില്ലാത്ത കൂട്ടങ്ങൾ. പോലീസുകാർ പരമരഹസ്യമായിട്ട് പോയി അവനെ അറസ്റ്റ് ചെയ്തു. 3 ദിവസമായിട്ട് എന്താ പൂങ്കുഴലി IPS രഹസ്യ നീക്കങ്ങൾ നടത്തി. ഈ രഹസ്യ നീക്കങ്ങൾ നടത്തിയപ്പം അവിടെ ചെന്ന് അവൻ്റെ കതവിന് കൊട്ടുന്നതിൻ്റെ സീൻ എവിടുന്ന് വന്ന്? ഇനി അതിൻ്റെ അപ്പുറത്ത് അത് കഴിഞ്ഞ ഉടനെ ഏഷ്യാനെറ്റ് വേറെ ചില മലരന്മാർ പറഞ്ഞേക്കുന്നു അവ സ്വതന്ത്രനായിട്ട് നിന്നാലും ജയിക്കുമെന്ന അഹങ്കാരം വീമ്പ് പറഞ്ഞു പോലീസിനെ വെല്ലുവിളിച്ചു എന്നൊക്കെ പറയുന്നു. പോലീസിനെ വെല്ലുവിളിച്ച സീൻ വല്ലതും കണ്ടോ നിങ്ങൾ? ഫോട്ടോ ക്രിയേറ്റ് ചെയ്തൊരു വീഡിയോ എങ്കിലും ഒരു സീനെങ്കിലും കണ്ടോ? ചുമ്മാ ഈ മലരന്മാർ കുറെ വിവരക്കേടുകളും എഴുന്നള്ളിക്കുകയാണ്. ഇവന്മാർക്ക് വേറെ ഒന്നും പറയാനില്ല. ഇന്ന് ജനങ്ങളെല്ലാം ഈ യൂട്യൂബിലും അവിടെ ഇവിടെയൊക്കെ പോയി കഴിഞ്ഞപ്പം ഈ TV ചാനലുകളൊന്നും കാണാൻ ആരുമില്ല. അതിന് ഇവന്മാർ കുറെ കഥകൾ സ്റ്റോറികൾ മടച്ചു വിടുകയാണ്. ഈ മടച്ചു വിടുന്നതിനാണോ നിങ്ങൾ പറയുന്നത് എന്തുവാ ജേർണലിസം എന്ന്? പട്ടികളെ, ഇതിൽ നല്ലത് പോയി വല്ലവൻ്റെയൊക്കെ ചന്ത കഴുകി കൊടുക്കടാ. അതിന് പോവും. നിനക്കൊക്കെ അതിന് നല്ല യോഗ്യത. തെണ്ടിക്കൂട്ടങ്ങൾ. അത് കാണാനിരിക്കുന്ന ഈ 3.5 കോടി മലരന്മാരും പട്ടിക്കൂട്ടങ്ങൾ. ഇന്നലെ ഏതോ ചാനലുകളിലൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ കോടതി തിരുവല്ലയിലെ മജിസ്ട്രേറ്റ് കോടതി പ്രൊഡക്ഷൻ വാറണ്ട് പുറപ്പെടുവിച്ചെന്ന് ഇവനെ ഹാജരാക്കാൻ. അതെന്താ പോലീസ് കസ്റ്റഡിയിൽ എടുത്തെന്ന് ഈ കോടതി കൂടിയപ്പം കോടതിയിലെ പ്രോസിക്യൂട്ടർ ഒന്നും പറഞ്ഞു കൊടുത്തില്ലേ? കോടതികൾ ഇവൻ റിമാൻഡിലാണെന്ന് പറഞ്ഞു കൊടുത്തില്ലേ? അത് കേട്ടിട്ടും അത് കൂടാതെ ഇനി പിന്നെ പ്രൊഡക്ഷൻ വാറണ്ടിൻ്റെ ആവശ്യം എന്തുവായിരുന്നു? എന്തോ വിവരക്കേടുകളൊക്കെ വരുന്നത്. ഇതെല്ലാം ഇലക്ഷൻ 2026 ആണെന്നും നിന്റെയൊക്കെ അണ്ണാക്കിൽ തരികയാണെന്നും മനസ്സിലാക്കാനുള്ള വിവരം ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക. അപ്പം ശരി, എനിക്ക് വേറെ പണിയുണ്ട്.